നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ അയനിക്കാട്ട് പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ് അപകടം. കേരള സാംബവർ സൊസൈറ്റിക്ക് അനുവദിച്ച ലൈബ്രറി കെട്ടിടത്തിൽ അനധികൃത പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കേരള സാംബവർ സൊസൈറ്റി ഭാരവാഹികൾ. ദളിത് പിന്നാക്ക സംവരണം അട്ടിമറിച്ച് സ്വന്തക്കാരെ നിയമിക്കാൻ വേണ്ടിയാണ് സർക്കാർ താൽക്കാലിക അധ്യാപക നിയമനം സ്കൂൾ PTA-ക്ക് വിട്ടതെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ. അനധികൃത തെരുവ് കച്ചവടക്കാരെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് യോഗങ്ങൾ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ കാർട്ടൂണുകൾ ഉൾക്കൊള്ളിച്ച ഇലക്ട്രൂൺസ് എന്ന കാർട്ടൂൺ പ്രദർശനം അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതയിൽ കൊയിലാണ്ടിക്കടുത്ത് അയനിക്കാട്ട് പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ് അപകടം. പയ്യോളി SI-യും സീനിയർ സിവിൽ പോലീസ് ഓഫീസറും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പയ്യോളി SI സഞ്ചരിച്ച ജീപ്പ് ദേശീയപാതയിൽ അയനിക്കാട് വെച്ച് ഡിവൈഡറിൽ ഇടിച്ചാണ് മറിഞ്ഞത്. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. വാഹനത്തിലുണ്ടായിരുന്ന പയ്യോളി SI അൻവർ ഷാ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് എന്നിവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പോലീസ് ജീപ്പ് ബ്രേക്ക് ചവിട്ടിയതിനെ തുടർന്ന് തെന്നി നിയന്ത്രണം വിട്ട് റോഡിന്റെ നടുവിലെ ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. പയ്യോളി സ്റ്റേഷനിൽ നിന്നും വടകര DCRBയിലേക്ക് പോവുകയായിരുന്ന KL CH 8154 ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ. കേരള സാംബവർ സൊസൈറ്റി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് അനുവദിച്ച ലൈബ്രറി കെട്ടിടം കയ്യേറി ഗുണ്ടാപിരിവ് അടക്കമുള്ള അനധികൃത പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കേരള സാംബവർ സൊസൈറ്റി. കെട്ടിടം സൊസൈറ്റിക്ക് ലഭ്യമാക്കാൻ ബന്ധപ്പെട്ടവർ ഇടപെടണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം വളരെ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് വരെ ഇറങ്ങിയിട്ട് സംഘടനയ്ക്ക്, മഹാസംഘടനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന വിധത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായും ഞങ്ങളുടെ സംഘടന അനുവദിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ അദ്ദേഹം സെക്രട്ടറി ആണെന്ന് പച്ചക്കള്ളം പറഞ്ഞു നടക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി പുറത്താക്കിയതിന്റെ രേഖകൾ ഒക്കെ ഞങ്ങൾ ഹാജരാക്കാം. ഞങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമൊക്കെ വളരെ താഴ്ന്ന കിടക്കുന്ന ഒരു ഗോത്രവർഗം എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളൊരു പഴയ സമുദായമാണ് സാംബവർ എന്ന് പറയുന്നത്. അവർക്കിടയിൽ ചെറിയ ചെറിയ പൈസകൾ കൊടുത്തുകൊണ്ട് അത് ലക്ഷങ്ങളാക്കി ഇരട്ടിച്ച് അവരുടെയൊക്കെ വീടുകളിൽ ചെന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ആളുകൾക്ക് ഇത് പറയാൻ ധൈര്യമില്ല. തുടർച്ചയായി സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയത് കാരണം മുൻ ജില്ലാ സെക്രട്ടറിയെയും കൂട്ടാളിയെയും സംഘടനയിൽ നിന്നും പുറത്താക്കുകയായിരുന്നുവെന്നും ഇപ്പോൾ ഇവരുമായി സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്നും കേരള സാംബവർ സൊസൈറ്റി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട്ടെ പാവപ്പെട്ട പട്ടികജാതിക്കാരായ സാംബവരുടെ പേരിൽ അനുവദിക്കപ്പെട്ട സ്ഥലത്ത് മറ്റുള്ളവർ ധിക്കാരപരമായി ഇരുന്ന് സ്വന്തം താൽപര്യപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സംഘടന ഇനി അനുവദിക്കില്ലെന്നും ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ PK, ശ്രീനിവാസൻ, സുമേഷ് ബാബു NK, സാവിത്രി, ബിജു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദളിത് പിന്നോക്ക സംവരണം അട്ടിമറിച്ച് സ്വന്തക്കാരെ നിയമിക്കാൻ വേണ്ടിയാണ് സർക്കാർ താൽക്കാലിക അധ്യാപക നിയമനം സ്കൂൾ PTA-ക്ക് വിട്ടതെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ. ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ DDE ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ സ്കൂളുകളിലെ താൽക്കാലിക അധ്യാപക നിയമനം PTA കമ്മിറ്റികൾ വഴി നടത്തുമ്പോൾ സംവരണ തത്വം പാലിക്കാതെ വരുമെന്നും
സാമ്പത്തികവും സാമൂഹികവുമായി പിന്നാക്കാവസ്ഥ നേരിടുന്ന വിദ്യാലയങ്ങൾ പോലും ഇല്ലാത്ത സമുദായങ്ങളിൽപ്പെടുന്ന സംവരണീയർക്ക് താൽക്കാലികമായി നിയമനങ്ങൾ പോലും അധ്യാപന മേഖലയിൽ ലഭിക്കാതെ വരുമെന്നും ഭാരതീയ ദളിത് കോൺഗ്രസ് ഈ വിവേചനത്തിനെതിരെ ഭാരതീയ ദളിത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഭരണഘടനാപരമായി ഇടപെടൽ നടത്തിക്കൊണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള സംവരണവും അതേപോലെ തന്നെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ തന്നെ ആകെ അവതാളത്തിലായി ഈ രാജ്യത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥ നേരിടുന്ന പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ നാളിതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ നേരിടുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. സാമൂഹികമായ പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ വിഭാഗത്തിന് പ്രാതിനിധ്യം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ ഒരു പ്രാതിനിധ്യം ഇല്ലാതാകുമ്പോൾ ഈ പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്ക് സംവരണത്തിലൂടെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുമ്പോൾ ആണ് ഈ സാമൂഹിക പിന്നോക്കാവസ്ഥ ഇല്ലാതായി മാറുന്നത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ദളിത് പിന്നോക്ക സംവരണം അട്ടിമറിച്ച് സ്വന്തക്കാരെ നിയമിക്കാൻ വേണ്ടിയാണ് സർക്കാർ താൽക്കാലിക അധ്യാപക നിയമനം സ്കൂൾ PTA വിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. മുൻ KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയ ദളിത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് EK ശീതൾ രാജ് അധ്യക്ഷനായി. VT സുരേന്ദ്രൻ, CV അരവിന്ദാക്ഷൻ, PP സാമിക്കുട്ടി, സുരേഷ് കണ്ണാടിക്കൽ, തങ്കമണി K, MK കേളുക്കുട്ടി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള കാർട്ടൂൺ അക്കാദമിയും ബീക്കൺ കാലിക്കറ്റും സംയുക്തമായി ഇലക്ടൂൺസ് എന്ന കാർട്ടൂൺ പ്രദർശനം സംഘടിപ്പിച്ചു. MK രാഘവൻ, MT രമേശ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. 30 കലാകാരന്മാരുടെ 78 രചനകളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. ബീക്കൺ കാലിക്കറ്റിന്റെ സഹകരണത്തോടെ കേരള കാർട്ടൂൺ അക്കാദമി, ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ഒരുക്കിയ ഇലക്ഷൻ കാർട്ടൂൺ പ്രദർശനം കോഴിക്കോട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളായ MK രാഘവൻ, MT രമേശ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് വരച്ച കാർട്ടൂണുകളാണ് പ്രദർശനത്തിലുള്ളത്. 30 പേരുടെ 78 രചനകളാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചത്. കാർട്ടൂണുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വീട്ടിൽ നിർമ്മിച്ച സാധനമുണ്ട്. അത് നെഹ്റുവിനെ പോലെ ഒരാൾ അത് ഈ കാർട്ടൂണുകൾ ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അത് അങ്ങനെ അനുഭവിക്കാൻ കഴിയൂ. അല്ലാതെ മറിച്ച് കാർട്ടൂൺ കണ്ടാൽ ഓടിക്കുന്നവരുമുണ്ട്. പക്ഷെ രാഷ്ട്രീയ രംഗം പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആസ്വദിക്കാൻ എത്തുന്നില്ല. അത് ആരോഗ്യത്തിലും നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കാണിച്ചൊരു ആരോഗ്യ ജീവിതത്തിനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാതൃക ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളും പിന്തുടരണം എന്നുള്ളത് കേരളത്തിൽ തന്നെ. ബീക്കൺ പ്രസിഡന്റ് T. സേതുമാധവൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള കാർട്ടൂൺ അക്കാദമി സെക്രട്ടറി A. സതീഷ്, അനൂപ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാന
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മഹാകവി ഉള്ളൂരിന്റെ 147ാം ജന്മദിനാഘോഷവും ഉള്ളൂർ പുരസ്കാര സമർപ്പണവും ജൂൺ 6-ന് ഉള്ളൂർ സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് നടക്കും. സാഹിത്യകാരൻ KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്യും. പുരസ്കാര സമർപ്പണം കവി PP ശ്രീധരനുണ്ണി നിർവഹിക്കും. ഉള്ളൂർ എന്തായിരുന്നു, ഉള്ളൂർ കവിതകൾ എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു പഠന ഗവേഷണ കേന്ദ്രം നടത്താൻ വേണ്ടി ഈ കൊല്ലം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. 6-ാം തീയതി കോഴിക്കോട്ടെ എല്ലാ പ്രമുഖരായ സാഹിത്യകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും സഹൃദയരെയും ഭാഷാ സ്നേഹികളെയും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് 6-ാം തീയതി വൈകുന്നേരം 4:30 AG ഓഡിറ്റോറിയത്തിൽ KSRTC മുമ്പിലുള്ള AG ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. സമഗ്ര സംഭാവനയ്ക്ക് ഡോക്ടർ ആർസു, ലക്ഷ്മി വാകയാട് എന്നിവരും, കവിതാ വിഭാഗത്തിൽ T സുരേഷ് ബാബു, നോവൽ വിഭാഗത്തിൽ സാബി തെക്കേപ്പുറം, ചെറുകഥാ വിഭാഗത്തിൽ സഷിലി വരിവോറ എന്നിവരും ഈ വർഷത്തെ ഉള്ളൂർ പുരസ്കാരത്തിന് അർഹരായി. 10,001 രൂപയും ശില്പവും പ്രശസ്താപത്രവുമാണ് പുരസ്കാരം. ജൂൺ 6-ന് വ്യാഴാഴ്ച വൈകിട്ട് കോഴിക്കോട് കൈരളി വേദി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കവി PP ശ്രീധരനുണ്ണി ഉള്ളൂർ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. ഉള്ളൂർ സ്മാരക സമിതി ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി അധ്യക്ഷനാകും. മുഖ്യരക്ഷാധികാരി പ്രൊഫസർ ഉള്ളൂർ M പരമേശ്വരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ EK ഗോവിന്ദവർമ്മരാജ, PR നാഥൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും പരിപാടികളിൽ സംബന്ധിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡിസ്ട്രിക്ട് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ INTUC ചുമട്ടുതൊഴിലാളി ജില്ലാ സമ്മേളനം കോഴിക്കോട്ട് നടന്നു. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ INTUC ജില്ലാ സമ്മേളനം നടന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MK ബീരാൻ അധ്യക്ഷത വഹിച്ചു. തൊഴിലാളികളോടൊപ്പം നിന്നുകൊണ്ട് തൊഴിലാളികളിൽ നിന്ന് വളർന്നു വന്ന പല നേതാക്കളും അഴിമതിയിൽ പിടിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ആദർശ രാഷ്ട്രീയത്തിന്റെ നക്ഷത്ര ശോഭയോടെ അഴിമതിയുടെ കറപ്പിലിടാതെ ഇന്നും കേരള രാഷ്ട്രീയത്തിൽ നടന്നു നിൽക്കുന്ന ഉമ്മൻചാണ്ടി നേതാവാണ്. ഈ ജില്ലയിലെ മാത്രമല്ല സംസ്ഥാനത്തിലെയും ചുമട്ടുതൊഴിലാളികളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേരിട്ട് അറിയുന്ന ആളാണ്. എന്നും നമ്മോടൊപ്പം നിന്നിട്ടുള്ള ആളാണ്. തീർച്ചയായും കഴിഞ്ഞകാല നേതാക്കളുടെ PV ശങ്കരനാരായണൻ, IP കൃഷ്ണൻ ഉൾപ്പെടെ അതുപോലെ സാദിഖുമായി മുഹമ്മദ് കുട്ടി മൂപ്പനും ഒക്കെ ഉൾപ്പെടെ നേതൃത്വപ്പെട്ട കാലഘട്ടം മുതൽ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മളോടൊപ്പം എക്കാലത്ത് നിന്നിട്ടുള്ള നേതാവാണ്. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി MP ജനാർദ്ദനൻ, INTUC ദേശീയ സെക്രട്ടറി ഡോക്ടർ MP പത്മനാഭൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് എഡാനി, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി AP പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. MK ബീരാൻ പ്രസിഡന്റ്, MP ജനാർദ്ദനൻ ജനറൽ സെക്രട്ടറി എന്നിവരാണ് പുതിയ സാരഥികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊടൽ നടക്കാവ് ചിലമ്പൊലി ശിങ്കാരിമേളം അരങ്ങിലെത്തി. മുരുകനാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര സന്നിധിയിലാണ് അരങ്ങേറ്റം നടന്നത്. പ്രശസ്ത വാദ്യകലാകാരൻ വിഷ്ണു ഒടുംബ്രയുടെ കീഴിലാണ് വനിതകൾ ശിങ്കാരിമേളം അഭ്യസിക്കുന്നത്. ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് ജേതാവായ വിഷ്ണു ഒടുംബ്രയുടെ കീഴിൽ ഡിജിറ്റൽ വനിതാ ശിങ്കാരിമേളം അഭ്യസിക്കുന്ന കൊടൽ നടക്കാവിലെ ചിലമ്പൊലി കലാസമിതിയുടെ അരങ്ങേറ്റം നടന്നു. മുരുകനാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ചാണ് അരങ്ങേറ്റം നടന്നത്. ചടങ്ങിൽ വിഷ്ണു ഒടുംബ്രയെ ആദരിച്ചു. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ ഉദ്ഘാടനം ചെയ്തു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ശാരദി മുഖ്യാതിഥിയായി പങ്കെടുത്തു. E രമണി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കോഴിക്കോട് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി, K ഷൈനി, സായിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ അങ്ങാടിയിലും പരിസരത്തുമുള്ള അനധികൃത തെരുവു കച്ചവടക്കാരെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ യൂണിറ്റ്. വാർഷിക പൊതുയോഗത്തിലാണ് വ്യാപാരികൾ ഈ ആവശ്യമുന്നയിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ യൂണിറ്റ് ജനറൽ ബോഡി യോഗം സംസ്ഥാന യൂത്ത് വിംഗ് പ്രസിഡന്റ് സലീം രാമനാട്ടുകര ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ അങ്ങാടിയിലും ഹാർബർ റോഡ് പരിസരങ്ങളിലും നടന്നുവരുന്ന അനധികൃത തെരുവു കച്ചവടങ്ങൾക്കെതിരെ അധികാരികൾക്ക് മുന്നിൽ നിരന്തരമായി പരാതികൾ സമർപ്പിച്ചിട്ടും വീണ്ടും വ്യാപാരികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ തുടരുന്ന തെരുവു കച്ചവടക്കാരെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 2012-13 കാലഘട്ടത്തിൽ അന്ന് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നസീർക പറഞ്ഞിട്ടുണ്ട്, രാജ്യം ഭരിക്കുന്ന MP-മാരോ MLA-മാരോ അല്ല, രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരല്ല, രാജ്യം ഭരിക്കുന്ന ഉദ്യോഗസ്ഥ ലോബികളാ. ഉദ്യോഗസ്ഥ ലോബികളെ കോർപ്പറേറ്റ് കമ്പനികൾ പർച്ചേസ് ചെയ്യുകയും രാജ്യത്തെ പിടിമുറുക്കിയിരിക്കുന്നത് ഇവിടെ കോർപ്പറേറ്റ് ഈ ഉദ്യോഗസ്ഥ ലോബികളാ. കേവലം 5% രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ കണക്ക്. രാജ്യത്തെ 95% വിഡ്ഢികളാക്കിക്കൊണ്ട് 5% ജനങ്ങള് ഉദ്യോഗസ്ഥർ സുഖലോലുപരായിട്ട് ഇവിടെ ജീവിക്കുക ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സ്വത്ത്, ഇവർക്കുള്ള ആനുകൂല്യങ്ങളും ഇവർക്കുള്ള യാത്രാ ചെലവും ഇവർക്ക് വേണ്ട അനാവശ്യ ചെലവുകളൊക്കെ എഴുതി ഇവർ തന്നെ തയ്യാറാക്കുക ചെയ്യുന്നത് ഉദ്യോഗസ്ഥ ലോബികളെ പേടിയാണ് ഇവിടെയുള്ള ഭരണാധികാരികൾക്ക്. പരിപാടിയിൽ ബേപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് P. സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KM ഹനീഫ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് OP രാജൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ബീരാൻ, മണ്ഡലം ട്രഷറർ അജ്മൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് നൌഷീദ്, വനിതാ പ്രസിഡന്റ് മിനി പ്രദീപ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. KVBES ചാലിയം യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. അനധികൃത തെരുവു കച്ചവടങ്ങൾ ഒഴിവാക്കണമെന്ന് കച്ചവടക്കാർ ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ യൂണിറ്റ് തല നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. മുഴുവൻ വ്യാപാര ലൈസൻസുകളും എടുത്ത് വ്യാപാരം ചെയ്യുന്ന കച്ചവടക്കാരെ പ്രയാസപ്പെടുത്തുന്ന തരത്തിൽ ചാലിയത്ത് തെരുവോരങ്ങളിൽ നിറഞ്ഞ അനധികൃത തെരുവു കച്ചവടങ്ങൾ ഒഴിവാക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലിയം യൂണിറ്റ് ജനറൽ ബോഡി യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. യോഗം ജില്ലാ സെക്രട്ടറി KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ജില്ല കൊടുക്കുന്നത് വെറും പ്രീമിയം തുക 50 രൂപ, മറ്റുള്ള ജില്ലകളിൽ 100-150 രൂപ ഒരാൾ മരിച്ചാൽ. എന്നിട്ടും നിങ്ങൾ അനുഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നാലും ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ചെയ്യാത്ത ആൾക്കാരെ ഇൻസ്റ്റാൾ ചെയ്യുക, ചെയ്ത ആളുണ്ടെങ്കിൽ നിങ്ങളുടെ ബാലൻസ് നോക്കുക. 3 ഓപ്ഷൻ അതിലുണ്ട്. ഒന്ന്, നിങ്ങളുടെ സ്വന്തം സെൽഫായിട്ട് നിങ്ങൾക്ക് കയറ്റാൻ. 2, നിങ്ങളുടെ ഭാര്യനെ കയറ്റാൻ വേണ്ടി ഫാമിലി എന്ന ഓപ്ഷനിൽ പോയി നിങ്ങൾക്ക് അതിന് കയറ്റാം. നിങ്ങൾക്ക് നിങ്ങളുടെ സഹപ്രവർത്തകനെ അതിനെ ആഡ് ചെയ്ത് പൈസ കയറ്റി കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. അവർക്ക് ചിലപ്പോൾ ഫോൺ നമ്പർ അല്ലെ മറ്റേ ഫോണായിരിക്കും, ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവില്ല, ആപ്പിൾ ഫോണായി ഉണ്ടാവില്ല, മറ്റുള്ള ഫോണുകളല്ല. അപ്പോൾ സാധാരണ ഫോണാണെങ്കിൽ ഒരു നമ്പർ വാങ്ങുക, ഇതിൽ കൊണ്ടുപോയിട്ട് അതിന് അതേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. 3 ഓപ്ഷൻ അതിന്റെ മുകളിലുണ്ട്. പിന്നെ ഒരു ബട്ടൺ താഴത്ത് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആരെല്ലാം എപ്പം എവിടെ മരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് TP ഇമ്പിച്ചിക്കോയ അധ്യക്ഷനായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് OP രാജൻ, ജനറൽ സെക്രട്ടറി K. ബീരാൻ, ട്രഷറർ PM അജ്മൽ, E. അബ്ദുൾ നാസർ, C. ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രദേശത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു.
ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന ശിവപ്രസാദിന് യാത്രയയപ്പ് നൽകി. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് KCEU ഏരിയ സെക്രട്ടറി ഷിജു സി ഉദ്ഘാടനം ചെയ്തു. ശിവപ്രസാദ് ഉപഹാരങ്ങൾ സ്വീകരിച്ചു. 25 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷമാണ് ശിവപ്രസാദ് ജോലിയിൽ നിന്നും വിരമിക്കുന്നത്. ബാങ്ക് ഭരണസമിതിയും കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ CITUവും സംയുക്തമായാണ് ശിവപ്രസാദിന് യാത്രയയപ്പ് നൽകിയത്. KCEU ഏരിയ സെക്രട്ടറി ഷിജു സി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സഹകരണ മേഖലയിൽ ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ കയറ്റിറക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴൊക്കെ തന്നെ മാതൃകയാവുന്ന രീതിയിലേക്കുള്ള തൻ്റെ സേവനകാലം എന്ന് പറയുന്നത് ഇടപാടുകാരോട് നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട്, അതേപോലെ തന്നെ സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് സഹകരണ മേഖല മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിനനുസരിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ സഹോദരൻ. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ സഹകരണ മേഖല എല്ലാ കാലത്തും പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്നാൽ സവിശേഷമായ രീതിയിലേക്ക് ഈ മേഖലയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് ഭരണകൂട സംവിധാനങ്ങൾ കൃത്യമായി ടാർഗറ്റ് വെച്ചുകൊണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെ ഈ കേരളത്തിലെ PACSഉം എല്ലാ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘങ്ങളെയും നോട്ടം വിട്ടുകൊണ്ടുള്ള ഒരു അജണ്ട തന്നെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ബാങ്കിന്റെ ഉപഹാരം സെക്രട്ടറി VK രാധാദേവി സമർപ്പിച്ചു. യൂണിയൻ മൊമന്റോ ഷിജു സിയും യൂണിയൻ ഉപഹാരം പ്രസിഡന്റ് സുരേഷനും കൈമാറി. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് M ആനന്ദകുമാർ അധ്യക്ഷനായിരുന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ശിവദാസൻ KV, ബാങ്ക് ഡയറക്ടർമാരായ രാജീവ് K, ആയിഷ ബാനു CK, രാധാകൃഷ്ണൻ T, ഷബീർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ അയനിക്കാട്ട് പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ് അപകടം. കേരള സാംബവർ സൊസൈറ്റിക്ക് അനുവദിച്ച ലൈബ്രറി കെട്ടിടത്തിൽ അനധികൃത പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കേരള സാംബവർ സൊസൈറ്റി ഭാരവാഹികൾ. ദളിത് പിന്നാക്ക സംവരണം അട്ടിമറിച്ച് സ്വന്തക്കാരെ നിയമിക്കാൻ വേണ്ടിയാണ് സർക്കാർ താൽക്കാലിക അധ്യാപക നിയമനം സ്കൂൾ PTA-ക്ക് വിട്ടതെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ. അനധികൃത തെരുവ് കച്ചവടക്കാരെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് യോഗങ്ങൾ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ കാർട്ടൂണുകൾ ഉൾക്കൊള്ളിച്ച ഇലക്ട്രൂൺസ് എന്ന കാർട്ടൂൺ പ്രദർശനം അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.